മിസ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഓ പറഞ്ഞോ. നാലാമത്തെ ക്വസ്റ്റ്യൻ അവസാനം എഴുതിയ കുഴപ്പമുണ്ടോ മിസ്? ഗുഡ് ഈവനിങ് ടു ഓൾ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? വ്യാകരണ പാഠങ്ങൾ ആയിരുന്നു അല്ലേ? ആ വ്യാകരണമായിരുന്നു നമ്മൾ പഠിച്ചത്. ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പൊ നമ്മുടെ വ്യാകരണ പാഠങ്ങളില് വായ്മൊഴി, വരമൊഴി, വർണ്ണവിഭാഗം ഇത് രണ്ടുമാണല്ലേ പഠിച്ചത്. എന്താണ് വായ്മൊഴി? വായിക്കൊണ്ട് പറയുന്നതാണ് വാമൊഴി അല്ലേ? വരമൊഴിയാണെങ്കിലോ എഴുത്തു ഭാഷയാണ് അല്ലേ? നമ്മൾ അതൊക്കെ പഠിച്ചു. അപ്പോ ഇത് നമുക്കിപ്പോ ആദ്യത്തെ ഒരു എക്സാമിന് ഈ ഇത്രയോ ഭാഗം വേണ്ടി വരും ഗ്രാമർ. അതുകൊണ്ടാണ് പാഠം 2 കഴിഞ്ഞ് ആദ്യം ഗ്രാമർ എടുത്തത്. നമുക്ക് എക്സാമിന് അത് ആവശ്യം ഉണ്ടാവും. ഇത്ര പോരെ ഗ്രാമർ. അത് ഓരോ ഫുള്ള് 3 എക്സാം ആയിട്ടുള്ളതാണിത്. അപ്പൊ ഇത്ര പോരെ മതിയാവും ആദ്യത്തെ. അപ്പൊ വായ്മൊഴി, വരമൊഴി. എന്താ പേര്? ഗോയിന്. എവിടേക്കാ? തൃശ്ശൂർക്ക്. ഇതെന്താ കയ്യില്? ഒടപ്പിറന്നോർക്കുള്ള മരുന്ന. രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇത് വായ്മൊഴി പറയുന്ന ഭാഷ ആണ്. ഇതിനെ നമുക്ക് വരമൊഴിയിൽ എഴുതുന്ന ഭാഷ ആക്കി നോക്കാം. നിങ്ങളുടെ പേര് എന്താണ്? എന്റെ പേര് ഗോവിന്ദൻ എന്നാണ്. നിങ്ങൾ എവിടേക്ക് പോകുന്നു? ഞാൻ തൃശ്ശൂർക്കാണ് പോകുന്നത്. ഇതെന്താണ് നിങ്ങളുടെ കയ്യിൽ? ഇത് ഉടപ്പിറന്നവൾക്കുള്ള മരുന്നാണ്. ഭാഷകളുടെ പ്രാദേശിക രൂപം കാണിക്കാൻ നാടകങ്ങളിലും മറ്റും വാമൊഴി അതേപടി പകർത്തുന്ന പതിവും ഉണ്ട്. വാമൊഴി ഓരോ പ്രദേശത്തും ഓരോ വിധമായിരിക്കും. ഇതെന്താണ് എന്ന വാക്യം കേരളത്തിലെ പല പ്രദേശത്തുകാർ പറയുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കും. ഇതെന്തൊരു? തിരുവനന്തപുരം ഭാഷ. ഇതെന്തോന്നാ? കോട്ടയം. ഇതെന്തവാ? മൂവാറ്റുപുഴ. ഇത് എന്താണ്? എറണാകുളം. ഇത് എന്തൂട്ടിന്? തൃശ്ശൂർ അല്ലെ? ഓരോ പ്രദേശത്തും ഓരോ തരത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെ? നമ്മൾ പഠിച്ചത് വർണ്ണവിഭാഗം. വർണ്ണവിഭാഗങ്ങളിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച അക്ഷരങ്ങളെ ഉച്ചാരണത്തിലെ ചില പ്രത്യേകതകൾ വെച്ച് താഴെ കാണുന്ന വിധത്തിൽ തിരിക്കാവുന്നതാണ്. ഖ ഖ ഖ ഖ ഏതാ? കവർഗം. ച ഛ ഛ ഛ ചവർഗം. ഠ ഠ ഡ ഠ ണ ടവർഗം. ത ത ദ ത ന ടവർഗം. പ ഫ ബ ഭ മ പവർഗം. ശബ്ദത്തിന്റെ പരിവരിപ്പ് കൊണ്ട് ക ച ട ത പ എന്നീ അക്ഷരങ്ങളെ ഖരം എന്നും ഇവയോട് ഹകാരം ലയിപ്പിച്ചു ചേർത്തവയാണ് ഖ ച ട ത പ. ഇവയ്ക്ക് എന്ത് പറയും? അധികരം എന്നും. ഗ ജ ഡ ദ ബ എന്നിവ മൃദുവും ആണ്. അവയോട് ഹകാരം ചേർത്ത ഖ ച ട ത പ എന്നിവയ്ക്ക് ഘോഷം എന്നുമാണ് പേര്. ഓക്കെ. ശ്വാസകോശത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നിശ്വാസവായുവിനെ വായ്ക്കകത്ത് ചിലയിടത്ത് തട്ടിയോ തടഞ്ഞോ പുറത്തു വിടുന്നവയാണ് അക്ഷരങ്ങൾ. ക ച ട ത പ എന്നീ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ തുടങ്ങി നിശ്വാസവായു മൂക്കിലൂടെ വിട്ടാൽ ങ ഞ ണ ന മ എന്നീ അക്ഷരങ്ങൾ ഉണ്ടാവും. ഇവയ്ക്ക് അനുനാസികം. നാസികം എന്ന് പറഞ്ഞാൽ മൂക്കിനർത്ഥം അല്ലെ? അപ്പൊ അനുനാസികം എന്നും പേർ. സ്വരത്തിനും വ്യഞ്ജനത്തിനും ഇടയ്ക്ക് നിൽക്കുന്ന യ ര ല വ ള ഴ റ എന്നിവ മധ്യമങ്ങൾ. ശ ഷ സ ഹ എന്നിവയ്ക്ക് ഊഷ്മാക്കൾ എന്നും പറയുന്നു. ഇതിന് ഓരോന്നിനും ഓരോ പേരുണ്ട് ട്ടോ. ഇവയെ ഒരു പട്ടികയിലാക്കാം. ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം, വർഗാക്ഷരങ്ങൾ, ഊഷ്മാക്കൾ, മധ്യമങ്ങൾ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തൊരു പേജിൽ ഓരോ ഇതാക്കിയിട്ട് ഒരു പട്ടിക പോലെ എഴുതിക്കോ കേട്ടോ. ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം, വർഗാക്ഷരങ്ങൾ, ഊഷ്മാക്കൾ, മധ്യമങ്ങൾ ട്ടോ. ഇത്തിരി ഒരു പട്ടിക പോലെ എഴുതിയിട്ട് ഇതിലുണ്ട്. അതന്നെ നിങ്ങള് നോട്ടിലൊന്ന് എഴുതിയാൽ മതി. വേണമെങ്കിൽ ബാക്ക് വശത്തോ അല്ലെങ്കിൽ അതേ അതിന് തൊട്ടടുത്ത പേജിലോ എഴുതിക്കോ. രണ്ടാമത്തെ എഴുതി കഴിയുന്നുണ്ടെങ്കിൽ അത് എഴുതി കഴിഞ്ഞതിന് ശേഷം എഴുതിയാൽ മതിയേ. ഗ്രാമർ പാഠ ഇങ്ങനെ തന്നെ എഴുതിയിട്ട് വ്യാകരണ പാഠങ്ങൾ എഴുതി, അല്ലെങ്കിൽ ടെക്സ്റ്റിൽ നോക്കി പഠിച്ചാലുണ്ട്. ക്ലിയർ ഇല്ലേ? മിസ് ഇത് ടെക്സ്റ്റിലുണ്ടോ? ടെക്സ്റ്റില് ഗ്രാമർ എവിടുന്ന മിസ് പഠിപ്പിക്കുന്ന? എന്റെ ദൈവമേ, നീ കണ്ടിട്ടില്ല? ജസ്റ്റിസ് 80 കഴിഞ്ഞ ക്ലാസ്സിൽ മോനുണ്ടായിരുന്നില്ലേ?
പേജ് നമ്പർ 80 വ്യാകരണ പാഠങ്ങൾ 80ാമത്തെ പേജ്. കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റസ് ഉണ്ടായിരുന്നില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റസേ പ്ലീസ് അൺമ്യൂട്ട്. കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഇത് പഠിച്ചില്ല? കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രാമറിനെ കുറിച്ച് പറഞ്ഞില്ല. കഴിഞ്ഞ ക്ലാസ്സിലല്ലേ നമ്മൾ ഇത് പഠിച്ചത്? അന്നൊരു ദിവസം ഒരു ക്ലാസ് ഞാൻ മലയാളത്തിന്റെ കൂടിയിലായിരുന്നു. അതിലെന്നെ കഴിഞ്ഞ ക്ലാസ്. അത് കഴിഞ്ഞ ക്ലാസ് ആയിരുന്നു. അല്ലേ അതിനാ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വ്യാകരണ പാഠങ്ങൾ പഠിച്ചത്? അതെ, നമ്മൾ വായിച്ചതോടെ കട്ടാൻ പോയതാ ക്ലാസ്. വായിച്ചു കഴിഞ്ഞിട്ട് ഇത് നമ്മൾ എടുത്തതാണ്. ഈ വ്യാകരണ പാഠങ്ങളില് വായ്മൊഴി, വരമൊഴി നമ്മൾ എടുത്തല്ലേ? എത്ര പേർക്ക് ഓർമ്മയുണ്ട് എന്ന് കൈ കാണിച്ച്? ഓക്കെ, ശ്രീവിഷ്ണു, ഹരിനന്ദ്, ജോയൽ, നിജാദ് ഉണ്ടായിരുന്നില്ലേ മോനെ? ആതിര, ഹലീമി ഉണ്ടായി, ഷാനിഫ് ഉണ്ടായി. ഹെവനും ഹലീമി ഉണ്ടായിരുന്നില്ല അല്ലെ? ജസ്റ്റസും ഞാൻ ഉണ്ടായിരുന്നില്ല. ഇല്ല അല്ലെ? അപ്പൊ ഒന്നുകൂടി ഞാനത് പറയാണ്. 80 ആണ് പേജ് നമ്പർ 80. എടുത്തോ? ശ്രീവിഷ്ണു ഉണ്ടായിരുന്നില്ലേ? ഓക്കെ, ശ്രീവിഷ്ണു ഉണ്ടായിരുന്നു. എല്ലാരും ഉണ്ടായിരുന്നു. ജസ്റ്റിസ് ഉണ്ടായിരുന്നില്ലയോ സംശയമുണ്ട്. ഹലീമ ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നു അല്ലെ? ഓക്കെ, നമ്മളിപ്പോ ഗ്രാമർ വ്യാകരണ പാഠങ്ങൾ 80ാമത്തെ പേജിലാണ് പഠിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് കുറച്ച് പഠിച്ചാണ്. ഒന്നുകൂടി മിസ് അത് പറഞ്ഞേ ഉള്ളൂ. ഒന്നുകൂടി പറയാ, കാരണം കുറച്ച് കുട്ടികൾ ലീവായിരുന്നു. വായ്മൊഴി, വരമൊഴി കണ്ടോ ഇപ്പം ജസ്റ്റസ്? യെസ്, ഓക്കെ, കണ്ടു. അപ്പോ ഇപ്പൊ ഞാൻ 80ഉം 81 വായിച്ചിന്. അതായത് വായ്മൊഴി, വരമൊഴി, അതാണ് ഇപ്പൊ വായിച്ചത്. ശ്രദ്ധിച്ചോ? വായ്മൊഴി, വരമൊഴി. എന്താ പേര്? ഗോയിന്ന്. എവിടേക്കാ? തൃശ്ശൂർക്ക്. ഇതെന്താ? കയ്യില് ഒടപ്പറന്നോൾക്കുള്ള മരുന്ന. ഇത് വായ്മൊഴി ഭാഷയാണ്. രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പം വർത്താനം പറയുന്ന സമയത്ത് ഇപ്പോ എടി, അവൾ എന്നെല്ലാം വിളിക്കുക നമ്മള്. അതാ പറഞ്ഞ വർത്താന ഭാഷ. ഇപ്പൊ എവിടെയാ പോകുന്നതെന്ന് ചോദിക്കുന്നവരില്ലേ ചിലവർക്ക്? അപ്പൊ ഞാനെല്ലാം അങ്ങനെ ചോദിക്കാം. എവിടെ പോകുന്നു എന്ന് ചോദിക്കേണ്ടതിന് പകരം വരമൊഴിയിൽ എന്താ പറയുക? എവിടെ പോകുന്നു എന്നാണ് അല്ലെ എഴുത്ത് ഭാഷ. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോ എന്ത് പറയും? എവിടെ പോകുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട് അല്ലെ? അത് ഓരോരോ നാടിന്റെ ഓരോ സംഭാഷണമാണ്. ഇപ്പം തിരുവനന്തപുരത്തുള്ളതല്ല കോട്ടയത്ത്, കോട്ടയത്തുള്ളതല്ല കണ്ണൂര്, കണ്ണൂരിലുള്ള സംസാരിക്കുക എറണാകുളത്ത് അല്ലെ? ഓരോ സ്ഥലത്തിന് അതിനനുസരിച്ച വായ്മൊഴി മാറ്റായിരിക്കും. പക്ഷെ വരമൊഴി എല്ലാ പ്രദേശത്തും ഒരുപോലെ തന്നെയായിരിക്കും അല്ലെ? അതാണ് പറഞ്ഞത്. വായ്മൊഴിയും വരമൊഴിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? വായ്മൊഴി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഭാഷയാണ്. അത് പല സ്ഥലത്ത് പല രീതിയിലായിരിക്കും അല്ലെ? പക്ഷെ വരമൊഴി അങ്ങനെയല്ല, എഴുത്ത് ഭാഷയാണ്. ഇപ്പൊ എന്താ പേര് എന്നുള്ളത് താഴെ കണ്ട. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ഗോവിന്ദൻ എന്നാണ്. നിങ്ങൾ എവിടേക്ക് പോകുന്നത്? മേലെ എന്താ ചോദിച്ചത്? എവിടേക്കാ എന്ന് ചോദിച്ചിട്ട് തൃശ്ശൂര്. അപ്പൊ തൃശ്ശൂർക്ക് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എവിടേക്ക് പോകുന്നു? ഞാൻ തൃശ്ശൂർക്കാണ് പോകുന്നത്. ഇതെന്താണ് നിങ്ങളുടെ കയ്യിൽ? ഇതെന്താ കയ്യിലിനെ മേലെ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ എഴുത്ത് ഭാഷയാകുമ്പോ എന്ത് വരും? ഇതെന്താണ് നിങ്ങളുടെ കയ്യിൽ? ഇത് ഉടപ്പിറന്നവൾക്കുള്ള, അവിടെ പറഞ്ഞില്ലേ ഒടപ്പിറന്നോള്, അത് ഉടപ്പിറന്നവൾക്കുള്ള മരുന്നാണ്. ഭാഷകളുടെ പ്രാദേശിക രൂപം കാണിക്കാൻ നാടകങ്ങളിലും മറ്റും വാമൊഴി അതേപടി പകർന്ന പതിവുണ്ട്. നാടകങ്ങളിലെല്ലാം എങ്ങനെയാ? ചില സ്ഥലത്തുള്ള ഭാഷ അതുപോലെ ഇപ്പൊ തൃശ്ശൂർ ഭാഷയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതേപോലെ തന്നെയാണ് നാടകങ്ങളിൽ അല്ലെ? എഴുത്ത് ഭാഷ ആയിരിക്കണം എന്നില്ല. അതാ പറഞ്ഞു. പിന്നെ ഇത് കണ്ടോ, ഓരോ സ്ഥലത്ത് തിരുവനന്തപുരം ഇതെന്തര് എന്നാ പറയുക. ഇതെന്താണ് എന്നുള്ളതിന് അവരെന്താ ചോദിക്കുക? ഇതെന്തര്. കോട്ടയത്തുള്ളവരെന്താ? ഇതെന്തോന്നാ. മൂവാറ്റുപുഴക്കാരെന്താ? ഇതെന്തുവാ എന്ന് ചോദിക്കും. എറണാകുളം ഇതെന്താണ്. തൃശ്ശൂര് ഇത് എന്തുകൂട്ടിന് അങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ല? പല സ്ഥലത്തവര് പല ഭാഷകളിൽ സംസാരിക്കുന്നത്. 2 അതാണ് പറഞ്ഞത്. അത്രയേ പറഞ്ഞുള്ളൂ. വായ്മൊഴി ആൻഡ് വരമൊഴി, അത് 2 പറഞ്ഞുള്ളൂ. നെക്സ്റ്റ് സെക്കൻഡ് എന്താ? വർണ്ണ വിഭാഗം.
അല്ലേ? അതാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച അക്ഷരങ്ങളെ, നിങ്ങൾ എല്ലാ അക്ഷരങ്ങളും സ്വരാക്ഷരങ്ങളും എല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ. സ്വരാക്ഷരങ്ങൾ അറിയാം, വ്യഞ്ജനാക്ഷരങ്ങൾ അറിയാം, അനുസ്വാരം ഏതാണെന്ന് അറിയാം. അനുസ്വാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ? ഏതാ അനുസ്വാരം? എന്തിനാണ് അനുസ്വാരം എന്ന് പറയുക? ജസ്റ്റസേ അൺമ്യൂട്ട് ചെയ്തേ മോനെ. അനുസ്വാരം എന്ന് പറഞ്ഞാൽ എന്താ? മാ എന്ന ഉച്ചാരണത്തോടെ വരുന്നതാണ് എന്ത്? ആ ലാസ്റ്റ് ദുഃഖം അല്ലെങ്കിൽ സങ്കടം എന്നല്ല എഴുതുമ്പം ഒരു ചെറിയൊരു പൂജ്യം വരുന്നില്ലേ? ദുഃഖം എന്ന് എഴുതുമ്പോ ലാസ്റ്റിൽ എന്താ വരുന്നത്? ഒരു മാ ഉച്ചാരണത്തോടെ എന്ന് പറഞ്ഞു വരുന്നതാണ് എന്ത്? അനുസ്വാരം. എന്നാ വിസർഗം എങ്ങനെയാ? ഇപ്പം എന്താ? ദുഃഖം എന്ന് എഴുതുമ്പോ രണ്ട് കുത്തിരുന്നില്ലേ? ദൂ എഴുതിയിട്ട് നമ്മള് കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണ്. 5th സ്റ്റാൻഡേർഡിൽ നിജാതെ നമ്മൾ പഠിച്ചതല്ലേ? നിജാതെ അത് കരിനന്ദേ കഴിഞ്ഞ ക്ലാസ്സിൽ നിജാദ്, ഷാനിഫ്, ഹരിനന്ദ്, ഹെവൻ ഇവർക്കൊക്കെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ച, ഹലീമ ഇവർക്കൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിസർഗവും അനുസ്വാരവും പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നിജാദിന് മനസ്സിലായി. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അനുസ്വാരവും വിസർഗവും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ ജസ്റ്റസേ? അപ്പൊ കഴിഞ്ഞ എന്നാ അനുസ്വാരം എന്ന് പറഞ്ഞാൽ ദുഃഖം എഴുതുമ്പോ ലാസ്റ്റ് വരുന്ന ഒരു ചെറിയൊരു പൂജ്യം ഇല്ലേ? എഴുതില്ലേ നമ്മള്? എഴുതുമ്പോ ഉള്ളതാണ് അനുസ്വാരം. എഴുതുമ്പോ രണ്ട് കുത്തിടുന്നില്ലേ ചെറിയ? അതിനെയാണ് വിസർഗം എന്ന് പറയുക. അപ്പൊ ദുഃഖം എന്നുള്ള എഴുതുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഒരു രണ്ട് കുത്തിടുന്നില്ലേ? ദുഃഖം. അതുപോലെ അഹിംസോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഹിംസ പരമോ ധർമ്മ എഴുതുമ്പോ രണ്ട് കുത്തിടുന്നില്ല? ഉച്ചാരണത്തോടെ വരുന്നേ ഇല്ലേ ഹെവനെ? ഉച്ചാരണത്തോടെ വരുന്നേ അതിനെയാ പറയാ എന്ത്? വിസർഗം. ഓക്കെ, ഹരിനന്ദിന് ഉണ്ട്, മനസ്സിലാവുന്നുണ്ട്. അപ്പോ അതിനെയാണ് വിസർഗം എന്ന് പറയുക. അപ്പൊ അനുസ്വാരവും വിസർഗം ഏതാണ്? ഖ എന്ന ഉച്ചാരണത്തോടെ വരുന്നതും മാ എന്ന ഉച്ചാരണത്തോടെ വരുന്നതാണ് അനുസ്വാരവും വിസർഗവും. മനസ്സിലായോ? അപ്പൊ നമ്മള് അക്ഷരമാല എന്ന് പറയുമ്പോ ഒന്ന് സ്വരങ്ങളാണ്. സ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാ? സ്വരാക്ഷരങ്ങള് അറിയാലോ? ഏതൊക്കെയാണ് സ്വരാക്ഷരങ്ങള്? അറിയില്ലേ? ഒന്ന് കൈപൊക്കി അറിയുന്നവര്. സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാ? ഹെവൻ, ഓക്കെ, ജസ്റ്റസ്, ഷാനിഫ്, ഹരിനന്ദ്, ഹലീമ, ഓക്കെ, എല്ലാവർക്കും സ്വരാക്ഷരങ്ങൾ അറിയാം, എല്ലാവർക്കും അറിയാം. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് വരുന്ന സ്വരാക്ഷരങ്ങൾ ആണ് അല്ലെ? പിന്നെ നെക്സ്റ്റ് വരുന്ന വ്യഞ്ജനങ്ങളാണ്. അക്ഷരമാലയില് ഒന്ന് സ്വരങ്ങൾ, രണ്ട് വ്യഞ്ജനങ്ങൾ. വ്യഞ്ജനാക്ഷരങ്ങൾ അറിയാലോ? കക്ക, കക്ക, ചച്ച, ചച്ച. ഓക്കെ. നെക്സ്റ്റ് ചില്ലക്ഷരങ്ങൾ അറിയോ നിങ്ങൾക്ക്? ഏതൊക്കെയാ ചില്ലക്ഷരങ്ങള്? എത്ര എണ്ണ ഉള്ളത്? എത്ര ചില്ലക്ഷരങ്ങളാ ഉള്ളത് ശ്രീവിഷ്ണു? അൺമ്യൂട്ട് ചെയ്തേ മോനെ. ചില്ലക്ഷരങ്ങൾ, മലയാളത്തിലെ ചില്ലക്ഷരങ്ങൾ ഏതൊക്കെയാ? അല്ലെ? അങ്ങനെ 5 എണ്ണാണ് ചില്ലക്ഷരങ്ങള്. അപ്പൊ ഇതും ചില്ലക്ഷരങ്ങളും. കൂട്ടക്ഷരങ്ങൾ ഉണ്ടല്ലേ ഇഷ്ടം പോലെ? കൂട്ടക്ഷരങ്ങൾ ഒരുപാടുണ്ട്. അതും ഇതൊക്കെ വരുന്നതാണ് അക്ഷരമാല. ഏതൊക്കെ? സ്വരം, വ്യഞ്ജനം, അനുസ്വാരം, വിസർഗം, ചില്ലുകൾ, കൂട്ടക്ഷരങ്ങൾ, സ്വരചിഹ്നങ്ങൾ. ഇത് ചേർന്നാണ് എന്ത്? അക്ഷരമാല. അക്ഷരമാല. അതില് വർണ്ണവിഭാഗത്തില് അതാണ് കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ പഠിച്ചതാണ്. ഏത്? അക്ഷരങ്ങൾ. അതിന് ഉച്ചാരണം നിങ്ങൾ പഠിച്ചാണ്. അതെല്ലാം നമ്മൾ കഴിഞ്ഞ ഗ്രാമറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ? അതാ പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ പഠിച്ച അക്ഷരങ്ങളെ ഉച്ചാരണത്തിന് ചില പ്രത്യേകതകൾ വെച്ച് താഴെ കാണുന്ന വിധത്തിൽ തിരിക്കാവുന്നതാണ്. ഏത്? അറിയാ? അതിന് എന്താ പറയാ? കവർഗം എന്ന് പറയും. ചായിൽ തുടങ്ങുന്നതിന് ചവർഗം എന്ന് പറയും. ടായിൽ തുടങ്ങുന്നത് ടവർഗാണ്. തായിൽ തുടങ്ങുന്നത് തവർഗം. പായിൽ തുടങ്ങുന്നത് പവർഗം. മനസ്സിലായോ ഇപ്പൊ? അതിന് ഓരോ പേരെന്താണ്? കാക്ക കവർഗം എന്ന് പറയും. ചായിൽ തുടങ്ങുന്ന ചാച്ച ചാച്ചക്ക് എന്ത് പറയും? ചവർഗം എന്ന് പറയും. ടായിലാണെങ്കിൽ ടവർഗം, തായിൽ തുടങ്ങുന്ന തവർഗം, പവർഗം. ഓക്കെ, അത്രയും കാര്യങ്ങൾ അത് വരും. പിന്നെന്താ വരുവാ? ശബ്ദത്തിന്റെ പരിവരിപ്പ് കൊണ്ട്. ശബ്ദത്തിന്റെ പരിവരിപ്പ് പറഞ്ഞാൽ എന്താണ്? പറയുമ്പോൾ തന്നെ വ്യഞ്ജനാക്ഷരങ്ങള് തടഞ്ഞുകൊണ്ട് ഉച്ചരിക്കുന്നതാണ് വ്യഞ്ജനാക്ഷരങ്ങള്. തടയാതെ വരുന്നതാണ് സ്വരങ്ങൾ. അപ്പൊ പരിവരിപ്പ് കൊണ്ട് കാ, ച, ട. അതായത് ഫസ്റ്റ് നിങ്ങളിപ്പോ താഴെ കാ, ച, ട, താപ്പാന്ന് വരില്ല? താഴെ എഴുതുമ്പോ കാക്ക കാക്ക എഴുതി കഴിഞ്ഞാല് അതിൽ ഫസ്റ്റ് വൺ കാണുന്നതാണ് എന്ത്? കാ, ച, ട, താപ്പ.
ഈ അക്ഷരങ്ങളെ എന്ത് പറയും? ഖരം എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് ഖരം എന്ന് പറയും. നെക്സ്റ്റ് ഇവയോട് ഹകാരം ചേർന്ന് വരുന്നത്, അതായത് ഏതൊക്കെ? രണ്ടാമത്തത് അതല്ലേ? രണ്ടാമത്തെ താഴോളം ഇങ്ങനെ വട്ടുവിട്ട് കഴിഞ്ഞാല് നിങ്ങളുടെ മുമ്പിലുണ്ട് പുസ്തകത്തിൽ, ഇത് ഇല്ലേ? പേജ് നമ്പർ 81 ആ ഓക്കെ. അതിൽ രണ്ടാമത്തെ സെറ്റ് അല്ല അതാണ് എന്ത്? അധികരം. അത് കുറച്ചും കൂടി ശക്തി കൊടുത്ത് നമ്മൾ പറഞ്ഞാണ്. പറഞ്ഞതിനെക്കാണിയും അല്ലേ? അത് അധികരം. ഖരം അധികരം. പിന്നെന്താ വരുക? മൃദു. മെല്ലനെ പറഞ്ഞാണ് ഗ ജ ഡ ദ ബ. അത് മൃദുവായി പറഞ്ഞുകൊണ്ട് മൃദു. പിന്നെയോ അതിന്റെ കൂടെ അതേ ഹാ ചേർന്ന് വരുന്ന ഖ, അത് മേഘം എന്നല്ല പറയുന്നത്. കുറച്ചും കൂടെ ഒരു ഇത് കൂട്ടി പറഞ്ഞ ഖ ച ട ത പ എന്നിവയ്ക്ക് ഘോഷം എന്നുമാണ് പേര്. പിന്നെ വരുന്ന ശ്വാസകോശത്തിന് പുറത്തേക്ക് വരുന്ന നിശ്വാസവായുവിനെ വായിക്കകത്ത് ചിലയിടത്ത് തട്ടിയോ തടഞ്ഞോ പുറത്തു വിടുന്നവയാണ് അക്ഷരങ്ങൾ. ക ച ട ത പ എന്നീ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ തുടങ്ങി നിശ്വാസവായു മൂക്കിലൂടെ വിട്ടാൽ അതിനെന്താ പറയുക? അനുനാസികം എന്ന് പറയും. അപ്പൊ നമ്മളിപ്പം ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം ഇത്രയും പഠിച്ചു. മനസ്സിലായോ എല്ലാവർക്കും? ഒന്ന് കൈ കാണിച്ചേ മനസ്സിലായെങ്കിൽ. ഓക്കെ. അപ്പൊ ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം ഇത്രയും പഠിച്ചു. പിന്നെന്താ പറയുന്നത്? സ്വരത്തിനും വ്യഞ്ജനത്തിനും ഇടയ്ക്ക് നിൽക്കുന്ന യാ രാ ലാ വാ ള ഴ റ എന്നിവ മധ്യമങ്ങൾ എന്ന് പേര്, അല്ലെ? മധ്യമങ്ങൾ. പിന്നെയോ ശ ഷ സ ഹ എന്നിവയ്ക്ക് ഊഷ്മാക്കൾ. ഓരോന്നിനും ഓരോ പേരുണ്ട്, ഊഷ്മാക്കൾ. പിന്നെയോ പിന്നെ വരുന്നത് മധ്യമങ്ങളും കഴിഞ്ഞു. പിന്നെ വർഗാക്ഷരങ്ങളിലെ ആദ്യത്തെ 4ഉം ഷായും ചേർത്ത് ദൃഢങ്ങൾ എന്നും അനുനാസികൾ, മധ്യമങ്ങൾ, ഹ എന്നിവയെ ശിഥിലങ്ങൾ എന്നും വിളിക്കുന്നു. അപ്പൊ ഓരോന്നിനും ഓരോ പേരുണ്ട്. അപ്പൊ അത് മനസ്സിലായില്ലേ? ഇത് വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായോ എല്ലാവർക്കും? ജസ്റ്റ് മനസ്സിലായ? ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർക്കും മനസ്സിലായോ? ഓക്കെ. ശ്രീവിഷ്ണു 2 കൈയും കാണിക്കും അല്ലേ ശ്രീവിഷ്ണു? എല്ലാം മനസ്സിലായി. അപ്പൊ ഇതൊന്ന് വായിക്ക്. ആരാ ഇന്ന് വായിക്കുന്നേ? ഓക്കെ, ഹലീമക്ക് അതാ ജുവാനക്ക് മനസ്സിലായി. ഓക്കെ, ആരാ വായിക്കുന്നേ? ആതിര കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു. നെക്സ്റ്റ് ഇന്ന് ആരാ ഇത് വായിക്കുന്നേ? ആരും കൈ പൊക്കുന്നില്ലേ? ജസ്റ്റസ് അൺമ്യൂട്ട് ചെയ്തോ ജസ്റ്റസ്. ഓ, ആ വ്യാകരണ പാഠങ്ങൾ മുതൽ ഇന്നത്തെ നമ്മൾ തുടങ്ങിയത് വായ്മൊഴി, വരമൊഴി. വായ്മൊഴി, വരമൊഴി. എന്താ പേര്? ഗോവിന്ദൻ. എവിടേക്കാ? തൃശ്ശൂർക്ക്. എന്താ കയ്യില്? ഒടപ്പിറന്നോർക്കുള്ള മരുന്ന. രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇത് വായ്മൊഴി പറയുന്ന ഭാഷ ആണ്. ഇതിനെ നമുക്ക് വരമൊഴിയിൽ എഴുതുന്ന ഭാഷയിൽ ആക്കി നോക്കാം. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ഗോവിന്ദൻ എന്നാണ്. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഞാൻ തൃശ്ശൂർക്കാണ് പോകുന്നത്. ഇതെന്താണ് നിങ്ങളുടെ കയ്യിൽ? ഇത് ഉടപ്പുറന്നവർക്കുള്ള മരുന്നാണ്. ഭാഷകളുടെ പ്രാദേശിക രൂപം കാണിക്കാൻ നാടകങ്ങളിലും മറ്റും വാമൊഴി അതേപടി പകർത്തുന്ന പതിവുമുണ്ട്. വാമൊഴി ഓരോ പ്രദേശത്തും ഓരോ വിധമായിരിക്കും. ഇതെന്താണ് എന്ന വാക്യം കേരളത്തിലെ പല പ്രദേശത്തുകാർ പറയുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് നോക്കൂ. ഇതെന്തൊരു? തിരുവനന്തപുരം. ഇതെന്തോന്ന? കോട്ടയം. ഇതെന്തുവാ? മൂവാറ്റുപുഴ. ഇതെന്താണ്? എറണാകുളം. ഇതെന്തൂട്ടാണ്? തൃശ്ശൂര്. 2. വർണ്ണവിഭാഗം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച അക്ഷരങ്ങളെ ഉച്ചാരണത്തിന്റെ ചില പ്രത്യേകതകൾ വെച്ച് താഴെ കാണുന്ന വിധത്തിൽ തിരിക്കാവുന്നതാണ്. കാക്ക കാക്കങ്ങ, കവർഗം ചാച്ച് ചാച്ചിന, ചവർഗം തായിട്ട് തായിട്ടുന്ന, ചവർഗം തായിട്ട് തായിട്ടുന്ന, തവർഗം പായ്പ പവർഗം. ശബ്ദത്തിന്റെ പരിവരിപ്പ് കൊണ്ട് കാച്ച കാത്ത പ എന്നീ അക്ഷരങ്ങളെ ഖരം എന്ന് പറയുന്നു. ഇവയുടെ ഹകാരം ലയിപ്പിച്ച് ചേർത്തവയാണ് ഘ ച ട ഛ ഫ. ഇവയ്ക്ക് അധികരം എന്നു പേർ. ഗ ജ
ഡ, ദ, ബ എന്നിവ മൃദുവാണ്. അവയോട് ഹകാരം ചേർത്ത ഘ, ച, ഡ, ദ, ബ എന്നിവയ്ക്ക് ഘോഷം എന്നു പേർ. ശ്വാസകോശത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നിശ്വാസവായുവിനെ വായ്ക്കകത്ത് ചിലയിടത്ത് തട്ടിയോ തടഞ്ഞോ പുറത്തുവിടുന്നവയാണ് അക്ഷരങ്ങൾ. കാച്ചാട്ടത്തപ്പ എന്നീ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ തുടങ്ങി നിശ്വാസവായു മൂക്കിലൂടെ വിട്ടാൽ ങ, ഞ, ണ, ന, മ എന്നീ അക്ഷരങ്ങൾ ഉണ്ടാകും. ഇവയ്ക്ക് അനുനാസികം എന്ന് പറയും. സ്വരത്തിനും വ്യഞ്ജനത്തിനും ഇടയ്ക്ക് നിൽക്കുന്ന യ, ര, ല, വ, ള, ഴ, റ എന്നിവ മധ്യമങ്ങൾ. ശ, ഷ, സ, ഹ എന്നിവയ്ക്ക് ഊഷ്മാക്കൾ എന്ന് പറയുന്നു. ഇവയെ ഒരു പാട്ടിലാക്കാം. ഒരു ക, ക, ത, പ അധികരം ഘ, ച, ട, ത, പ. ഇവയെ ഒരു പട്ടികയിലാക്കാന്നാണ് കേട്ടോ. ഇവയെ ഒരു പട്ടികയിലാക്കാമെന്നാണ് വായിക്കണ്ടേ. വായിച്ചോ. ഘോഷം ധ, ല, ഡ, ദ, ബ അനുനാസികം ങ, ഞ, ണ, ന, മ. വർഗാക്ഷരങ്ങൾ കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം. ശ, ഷ, സ, ഹ ഊഷ്മാക്കൾ. യ, ര, ല, വ, ള, ഴ, റ മധ്യമങ്ങൾ. വർഗാക്ഷരങ്ങളിൽ ആദ്യത്തെ 4ഉം ഷ, ഷ, സയും ചേർത്ത് ദൃഢങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അനുനാസികങ്ങൾ, മധ്യമങ്ങൾ, ഹ എന്നിവയെ ശിഥിലങ്ങൾ എന്ന് വിളിക്കുന്നു. കഴിഞ്ഞു സർ. അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ വർണ്ണ വിഭാഗവും വായ്മൊഴി and വരമൊഴി. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടുന്ന ഒരു ഗ്രാമർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? വായ്മൊഴിയും വരമൊഴിയും വർണ്ണ വിഭാഗവും. മിസ് ഇന്നത്തെ നോട്ട് എങ്ങനെ ചെയ്യാനാ മിസ് പറഞ്ഞേ? നോട്ട് എഴുതി കഴിഞ്ഞോ? എഴുതി. പിന്നെ മിസ് വോയിസ് വിട്ടത് മനസ്സിലായില്ലായിരുന്നു. അതില് 4ാമത്തെ ഞാൻ എഴുതാൻ പറഞ്ഞില്ല. അത് ആദ്യം നമ്മൾ എഴുതുന്ന സമയത്ത് അർത്ഥം എഴുതണം. കാരണം മിസ് അർത്ഥം എഴുതി വിട്ടിട്ടില്ലല്ലോ. ഇതില്ല, നിങ്ങൾ അർത്ഥം എഴുതിയോ? പാഠം 2 എഴുതിയിട്ട് അർത്ഥം എഴുതുക. വീരഭഗത് സിംഗ് എഴുതിയിട്ട് അർത്ഥം എഴുതുക. ഞാനിപ്പോ എഴുതിയത് മുതലേ നിങ്ങൾ എഴുതൂലു പലവരും. അങ്ങനെ എഴുതിയാ പോരാ. അർത്ഥം എഴുതി. ഹരിനന്ദിൽ എഴുതിയ അർത്ഥം. പിന്നെ ആരാ എഴുതിയേ? ഇതിന്റെ മീനിങ് എല്ലാം എഴുതിയോ? അർത്ഥം എഴുതി. എല്ലാം എഴുതി അല്ലേ? ജസ്റ്റസ് എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. അർത്ഥവും വിപരീത പദങ്ങളും ചേർത്തെഴുതിയെല്ലാം എഴുതിയായിരുന്നു. അർത്ഥവും ചേർത്തെഴുതുക. അർത്ഥവും പദങ്ങളും എല്ലാം എഴുതിയായിരുന്നു. ഓക്കെ. അപ്പൊ എന്നാ പിന്നെ കുഴപ്പമില്ല. എല്ലാം എഴുതി കഴിഞ്ഞാൽ ഞാൻ ഏത് മുതലാ എഴുതിയെന്നറിയാ? ത്യാഗോജലം അത് മുതലേ ഞാൻ എഴുതന്നിട്ടുള്ളൂ. ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തിട്ടു. അതുകൊണ്ട് അതിന് മുമ്പേയും കൂടെ നിങ്ങൾ എഴുതണം. ചില കുട്ടികളെ എഴുതിയിട്ട് കാണുന്നില്ല. അതുകൊണ്ടാ പറഞ്ഞത്. എഴുതിയവർക്ക് പ്രശ്നമില്ല. ഓക്കെ. കേൾക്കുന്നില്ല? അപ്പൊ അതില് ഞാൻ ഇന്ന് തന്ന നോട്ടില് 4ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. നോർമൽ ബുക്കിൽ എഴുതാൻ പറ്റും. നോർമൽ ബുക്കിലല്ല, നമ്മൾ ഇവിടുന്ന് 2 ലൈനാണ് കൊടുത്തിന്. മലയാളത്തിന് ഹിന്ദിക്കും മലയാളത്തിനും 2 ലൈനാ കൊടുത്തിന്. എന്തിനാ വിചാരിച്ചു? നിങ്ങളെ എഴുത്ത് നല്ല ക്ലിയർ ആവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ സിംഗിൾ ലൈനിൽ എഴുതിയവരെയും തിരുത്തണ്ട, കുഴപ്പമില്ല, അത് മതി. 2 ലൈനിൽ എഴുതിയ കുട്ടികൾ അത് 2 ലൈനിലും ടച്ച് ചെയ്തിട്ട് തന്നെ എഴുതണം. അപ്പൊ നല്ല എഴുത്താവും നിങ്ങളുടെ കേട്ടോ. നോർമൽ ബുക്കിൽ എഴുതാമോ? കുഴപ്പമില്ല, മോൻ എഴുതിയതില് ഓക്കെ, ഇനി പ്രശ്നമില്ല, അത് മതി. അല്ല 2 ലൈൻ എഴുതാത്തവര്, അല്ല 2 ലൈനിൽ ഇതുവരെ സിംഗിൾ ലൈൻ യൂസ് ചെയ്തവര് പ്രശ്നമില്ല. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ആദ്യം മാറ്റി എഴുതണ്ട. ചില കുട്ടികളെ സിംഗിൾ ലൈനിൽ എഴുതിയിട്ട് കാണുന്നുണ്ട്. 2 ലൈനിലാണെങ്കിൽ ടച്ച് ചെയ്തിട്ട് തന്നെ എഴുതണം. 2 ലൈനാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. 2 ലൈനിൽ നിന്ന് മാറി സിംഗിൾ ലൈനിലോട്ട് ഇന്ന് എഴുതാമോ? സിംഗിൾ ലൈനിലേക്ക് എഴുതിക്കൂടാ. 2 ലൈനാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത്. മലയാളത്തിനും ഹിന്ദിക്കും ഒക്കെ അതെ. അതുപോലെ ഇംഗ്ലീഷിന് 4 ലൈൻ അല്ലേ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നത്? 6ന്
ഇംഗ്ലീഷ് അക്ഷരങ്ങൾ നല്ല നീറ്റ് എഴുതാൻ വേണ്ടിയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞു. നിങ്ങൾക്ക് 2 പാഠവും നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടല്ലോ. നമ്മൾ ഇതുവരെ എടുത്ത 2 പാഠം. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ പാഠത്തിൽ പിന്നെ ഒരു കാര്യം പറയണ്ടേ. നമ്മളെ ഫസ്റ്റ് പാഠമില്ലേ പ്രഭാതഗീതം, അതിന്റെ ആദ്യത്തെ 12 ലൈൻസ് നിങ്ങൾ ബൈഹാർട്ട് ആക്കണം. 12 ലൈൻസ്. ഓക്കെ. അത് നമുക്ക് എക്സാമിന് വരുന്നതാണ്. 12 വരി ബൈഹാർട്ട് പഠിക്കണം. അതായത് പ്രഭാതഗീതം എന്ന കവിതയുടെ പ്രഭാതഗീതം അല്ലേ നമ്മളെ കവിത കേട്ടോ. എഴുതി വെച്ച എല്ലാവരും 12 ലൈൻ. കാണായ ലോകങ്ങളൊക്കെ കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. നെക്സ്റ്റ് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഞാൻ ഇത് എഴുതിക്കും. അതുകൊണ്ട് 12 ലൈനും ബൈഹാർട്ട് ചെയ്ത് ഇതുപോലെ തന്നെ എഴുതണം. വെറുതെ കഥ എഴുതും പോലെയല്ല, പദ്യം എഴുതും പോലെ തന്നെ എഴുതണം. ഇതിൽ എങ്ങനെയാ ഉള്ളത് അതുപോലെ എഴുതാൻ പഠിക്കണം. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ സമയം കഴിഞ്ഞു. എല്ലാവരോടും ബൈ. ആ പാഠം ഫുൾ ആണോ അതോ 12 ലൈൻ മാത്രമാണോ? 12 ലൈൻ മാത്രം. 1 2 3 4 5 6 7 8 9 10 കൂടുതലുണ്ട്. 12 പറയുമ്പോ 12. പോറ്റി നീ നൽവരം നൽകിടേണം വരെ കേട്ടോ. ആദ്യം അന്തവും ഇല്ലാതെ മുൻപ് വരെ അല്ലേ? അത്രയും നല്ല പാട്ടല്ലേ ബൈഹാർട്ടിലൂടെ. ഓക്കെ. ആരാമലെ എന്തൊക്കെയുണ്ട്? മിസ്സേ ഇപ്പൊ എന്റെ വീട് ഇപ്പൊ ഞാൻ പോയി. ഇപ്പൊ എന്തേലും പറഞ്ഞായിരുന്നോ? ഞാൻ എന്റെ പോയായിരുന്നു. ഇപ്പൊ എന്തേലും പറഞ്ഞായിരുന്നോ? പ്രഭാതഗീതം എന്ന കവിതയുടെ 12 ലൈൻസ് ബൈഹാർട്ട് ചെയ്യണം. 12 ലൈൻസ്. ആദ്യത്തെ 12 ലൈൻ. പിന്നെ എന്താ പറഞ്ഞു? രണ്ടാമത്തെ പാഠത്തിന്റെ ആൻസർ തന്നിട്ടുണ്ട്, അത് എഴുതിയെടുക്കണം കേട്ടോ. 4ാമത്തെ ക്വസ്റ്റ്യൻ അതിൽ എഴുതിയിട്ടില്ല, അത് ഞാൻ എഴുതി തരാം. വിട്ടുപോയതാണ്. ഓക്കെ. അപ്പൊ എല്ലാവരോടും ബൈ. ആരാമൻ ബൈ. ഓ സുഖം. മിസ്സിന് സുഖാണ്. ആരോമലിനോ? അതെല്ലേ. ഓക്കെ. എന്തേ ഹലീമ ഒന്നും മിണ്ടാതിരിക്കുന്നേ? നോട്ട് എഴുതിയിട്ടില്ലെങ്കിൽ മിസ് വരും ഇവിടെ നിന്റെ വീട്ടില്. ഓക്കെ. ബൈ. എല്ലാരും ചായയൊക്കെ കഴിച്ചിട്ടുണ്ടാവും അല്ലേ? ബൈ. സി യു. ഓക്കെ. എല്ലാരും ബയ്യേക്കുന്നുണ്ട്. അതിന്റെ പിന്നെ ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് 12 ലൈൻ പഠിക്കണേ. ഓക്കെ. എഴുതിപ്പിക്കും.